ആശ കൊടുത്തും വചനം കേൾപ്പാനിടയാകല്ലേ. നിന്നെ ഏറ്റോനെ അൻപാൽ നീയേ തേണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ പുത്രനും സർവ്വലോകമായ ശൈലിയായി തീർന്ന മനുഷ്യനായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവ് പുറപ്പെട്ട പിതാവിനോട് പുത്രനോടോ നീയുള്ള ഉണ്ടാകും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, വരുന്നവർ അതുവഴി വന്ന് കയറി ഇപ്പുറത്തൂടെ ഇറങ്ങി വെളിയിലേക്ക് പോകാൻ തക്കവണ്ണുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇല്ലെങ്കിൽ അവിടെ കൺജസ്റ്റ് ആയാൽ അത് ആരെങ്കിലും ഒരാൾ ഒന്ന് ചുമതലയെടുത്ത് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നമുക്ക് പാട്ടുകൾ തുടരാം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛനുമായി സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളവരും പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ള ധാരാളം പേരുണ്ട്. ആർക്കൊക്കെയും അച്ഛനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അയവിറക്കുവാൻ തക്കവണ്ണമുള്ള അവസരമാണ്. ദ പോഡിയം ഈസ് ഫ്രീ. നോബഡി ഈസ് ഗോയിങ് ടു ഇൻവൈറ്റ് യു, നോബഡി ഈസ് ഗോയിങ് ടു കൺട്രോൾ യു. അവർ അച്ഛൻ ഈസ് ഹിയർ. വി ഹാവ് പേഴ്സണൽ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് വിത്ത് അസ്. ഒരു പ്രാവശ്യമെങ്കിലും അച്ഛന്റെ കൈകൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹം പ്രാപിക്കപ്പെട്ടിട്ടുള്ളവർ, അച്ഛന്റെ സ്നേഹം അനുഭവിച്ചവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഒരുപക്ഷെ ആ വലിയ സ്നേഹത്തിന്റെ മധുരിമ നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായി അച്ഛൻ നമ്മെ എങ്ങനെ സ്വാധീനിച്ചിരുന്നു? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ അച്ഛൻ എന്താണ് നമ്മുടെ ജീവിതത്തിന് അസറ്റായിരുന്നത്? എന്താണ് അച്ഛൻ നമുക്ക് ചൂണ്ടിക്കാട്ടി തന്നത്? ഇതൊരു പക്ഷേ ആർക്കും അറിയാൻ പാടില്ലാത്ത അനേക കാര്യങ്ങളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കൊച്ചമ്മയുടെയൊക്കെ അടുത്ത് പറയുകയുണ്ടായി. വളരെ ചുരുങ്ങിയ പരിചയം മാത്രമേ, 2 വർഷത്തെ പഠിപ്പ് ഞാനും അച്ഛനും തമ്മിലുള്ളതെങ്കിലും പിതൃസ്ഥാനീയമായ ഒരു വാത്സല്യവും സ്നേഹവുമാണ് ഒരു കൊച്ചുമകന്റെ സ്ഥാനത്ത് എനിക്ക് അച്ഛൻ തന്നുകൊണ്ടിരുന്നത്. അത്തരത്തിൽ നിങ്ങൾക്കൊക്കെ അനേക കാര്യങ്ങൾ പറയുവാൻ, ഷെയർ ചെയ്യാൻ കാണും. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന കൂട്ടത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നൊന്തിരിക്കുന്ന ഈ മനസ്സുകളുടെ ഒക്കെ ആശ്വാസം എന്ന് പറയുന്നത് അനേക ഹൃദയങ്ങളിൽ അച്ഛനും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നാട്ടിലായിരുന്ന ഞാൻ അപ്രതീക്ഷിതമായി ഇവിടെ വന്ന് മുണ്ടുകൂടി അച്ഛനുമായിട്ട് പരിചയപ്പെടാനും എന്റെയും പഠനത്തിന്റെ ട്രഡീഷൻസും സഭയുടെ തിയോളജിയും അതുപോലെയുള്ള റിച്വലിസ്റ്റിക് ട്രഡീഷൻസ് ആണ്. അച്ഛന് അത്തരത്തിൽ എനിക്ക് ഗുരുസ്ഥാനീയനാണ്. ഒരുപക്ഷെ അത് ഞാൻ പറയുമ്പോഴാവും ഒരുപക്ഷെ ഇന്നലകളിൽ ഇവിടേക്ക് വന്ന എന്നെ ഞാൻ ഇഴഞ്ഞു നടന്ന കാലത്ത് തന്നെ പട്ടമേറ്റ, അല്ലെങ്കിൽ അമേരിക്കയിൽ വന്ന മുണ്ടുകുഴി അച്ഛൻ എങ്ങനെ സ്വാധീനിച്ചു, ഞാൻ മണ്ണിൽ ഇഴഞ്ഞു നടന്ന കാലത്ത് അന്ന് ഒരുപക്ഷെ സഭയുടെ തിയോളജി പഠിച്ചു കഴിഞ്ഞ് ഇവിടെ എത്തിയ അച്ഛൻ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള ഞാൻ പറയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഹൗ അച്ഛൻ ഈസ് സ്റ്റിൽ ലിവിംഗ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ലൈക്ക് മീ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും എന്തെല്ലാം അച്ഛനെ കുറിച്ച് പറയുവാൻ കാണും. സോ ദ പോഡിയം ഈസ് ഫ്രീ ആൻഡ് അച്ഛൻ ഈസ് ഹിയർ. അച്ഛൻ റിയലി അച്ഛൻസ് ഇയേഴ്സ് ആർ ഓപ്പൺ ടു അവർ വോയിസ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്നുയരുന്ന നന്ദിയുടെ പദങ്ങൾ ദൈവസന്നിധിയിൽ അച്ഛന്റെ സ്വർഗീയ യാത്രയ്ക്ക് വലിയ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് പാട്ടുകൾ പാടാം. മിസ്റ്റർ സാം വിൽ കോർഡിനേറ്റ് ദിസ് സെഷൻ. സാം മണ്ണിക്കൂരട്ട് ഇവിടെ ഉണ്ട്. ആരെങ്കിലും അച്ഛനെ കുറിച്ച് ഒരു യൂളജി പ്രസന്റ് യു ക്യാൻ ഗോ അഹെഡ്. ആദ്യം ഒരു പാട്ട് തുടങ്ങിക്കൊടുത്തു.
വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും 2 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള ഇംഗ്ലീഷ് ബൈബിളുള്ളവര് ഇംഗ്ലീഷിൽ വായിക്കാം. 2 Peter chapter 3 verses 8 to 18. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെയും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയടിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുറ്റഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കളയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമേ രക്ഷയെന്ന് വിചാരിപ്പിൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. എന്നാൽ വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. അച്ഛൻ പകർന്നു തന്ന അനുഭൂതികൾ അനുഭവിച്ച നമ്മള് നന്ദിയോട് അത് ഏറ്റു പറയേണ്ട സമയമാണ്. അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓർക്കാൻ തീർച്ചയായും കാണും. നിങ്ങളുടെ ഓർമ്മകൾ കൂടി നിങ്ങളത് പറഞ്ഞു തരുമ്പോൾ അത് അനുഭവിച്ചിട്ടില്ലാത്ത മറ്റുള്ളവർക്കും അത് അനുഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കും. 10-30 വർഷക്കാലം അച്ഛനോടൊപ്പം സിറാക്യൂസ് സെന്റ് തോമസ് പള്ളിയിൽ പ്രവർത്തിച്ച് ആ വാഗ്ധോരണിയില് ആ സന്ദേശത്തില് ജീവിതം നയിക്കുന്ന മിസ്റ്റർ കോശി കെ വർഗീസ്, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോൾ അയവിറക്കുന്നതായിരിക്കും. മിസ്റ്റർ കോശി കെ വർഗീസ്.